രാവിലത്തെ കാപ്പുകൂടിയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ഇനി എന്ത് കറി ഉണ്ടാക്കാമെന്നുള്ള ചിന്തയാണ്. നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഈ മീൻ വണ്ടിയൊക്കെ നോക്കി നിന്ന് മീൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അന്നത്തേക്കുള്ളൊരു കറിക്കായി. പിന്നെ എന്തെങ്കിലും ഒന്ന് ഒഴിക്കാനോ തോരനോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അന്നത്തേക്കുള്ളതായി. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ആ പരിപാടി ഒന്നുമില്ലല്ലോ, ഈ മീൻ കൊണ്ടുവരല്ലോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ വല്ലപ്പോഴും ആണ് കേട്ടോ ഇവിടെ പോയിട്ട്, ഇവിടുത്തെ മീനാണെങ്കിലും നമ്മുടെ നാട്ടിലെ മീനാണെങ്കിലും ഇവിടെ വല്ലപ്പോഴും ഒക്കെയാണ് കേട്ടോ മേടിക്കുന്നത്. പിന്നെ ആകെ ഇവിടെ മേടിക്കുന്നത് ദേ ഈ ചിക്കനാണ് കേട്ടോ. അപ്പോൾ ഇന്നും കിട്ടിയിട്ടുണ്ട് കുറച്ച് ചിക്കനെ. അപ്പോൾ കുറച്ചെടുത്തങ്ങ് കറി വെക്കാമെന്ന് വിചാരിച്ച് കുറച്ചെടുത്തങ്ങ് വറക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ എൻ്റെ കറി വെക്കാനുള്ളത് ഞാൻ ഒന്ന് പരട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് വറക്കാനുള്ളതാണ് കേട്ടോ ഈ പരട്ടി മാറ്റുന്നത്. ഇതിനകത്ത് ഈ പച്ച കളറിൽ കിടക്കുന്നത് എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, ഞാൻ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ പേസ്റ്റ് ആക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ അങ്ങിട്ട് അരച്ചെടുക്കും കേട്ടോ. ഈ എന്ത് കറി വെച്ചാലും ഞാൻ ഈ കറിവേപ്പിലയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അരച്ചെടുത്തങ്ങ് ഇടും കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കറിക്ക്. അങ്ങനെ ദേണ്ട ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ദേണ്ട കുറച്ച് എണ്ണ ചൂടായപ്പോഴത്തേന് അതിനകത്തോട്ടാണെങ്കിൽ ഉള്ളി ഇട്ട് കൊടുത്തു കേട്ടോ. ഞാനാണെങ്കിൽ ഇവിടെ തോനെയാണെങ്കിൽ കൊച്ചുള്ളിയാണ് കേട്ടോ ഇട്ടേക്കണത്. സവാള 1-2 ഇട്ടിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ കൊച്ചുള്ളി ഇടുകയാണെങ്കിൽ പിന്നെ കുറച്ചുകൂടെ ആണെന്നുണ്ടെങ്കിൽ കറിക്ക് ഒരു ടേസ്റ്റൊക്കെ കൂടുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ കൊച്ചുള്ളി ഇട്ട് കൊടുക്കണത്. അങ്ങനെ അതൊന്ന് വഴറ്റി വരുമ്പോഴത്തേന് നമുക്ക് ദേണ്ട കുറച്ച് ചിക്കൻ ഒന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് ചിക്കൻ വറുക്കാനും കൂടെ എടുത്തിട്ട് കേട്ടോ. അതിനുശേഷം പിന്നെ ചിക്കൻ കറിക്കുള്ള മസാല റെഡിയാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വഴണ്ടി വന്ന ഉള്ളിലോട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാല, ഉപ്പ് എല്ലാം കൂടെ ഒക്കെ ഇട്ടൊന്ന് ഇളക്കി അതും ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം മാത്രമേ ഞാൻ ഒഴിക്കാറുള്ളൂ കേട്ടോ. കാര്യം ഈ ചിക്കനകത്താണെന്നുണ്ടെങ്കിൽ ഓൾറെഡി വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളമേ ഒഴിച്ചു കൊടുക്കാറുള്ളേ. പിന്നെ ഇവിടെ വിഷ്ണു ചേട്ടനാണെന്നുണ്ടെങ്കിൽ പിന്നെ നന്നായിട്ട് ചാറ് വേണം കേട്ടോ. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ പിന്നെ ഈ ചിക്കനെല്ലാം ആയി ഒന്ന് കുറുകിയിരിക്കുന്ന സമയത്ത് പറയും ഇച്ചിരിയുടെ വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് ചാറാക്കുന്നൊക്കെ പറയേ. നമ്മൾ ആ ചാറാക്കി പിന്നെ നമ്മൾ വെച്ച കറിക്കകത്ത് പിന്നെ വെള്ളം കോരി ഒഴിച്ച് ചാറാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ കൊള്ളില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചാറായിട്ട് തന്നെ അങ്ങ് എടുക്കും കേട്ടോ കറി വെക്കുമ്പോൾ തന്നെ. പിന്നെ കുറച്ച് ചീരയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, ചുവന്ന ചീരയും. പിന്നെ അതും കൂടെ അങ്ങ് അരിഞ്ഞ് പിന്നെ അങ്ങ് തോരനാക്കാമെന്ന് വിചാരിച്ച് അതും അങ്ങ് അടപ്പയിലോട്ടാക്കി. അപ്പോൾ തോരനായി വന്നപ്പോഴത്തേന് നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് രസമല്ല കേട്ടോ, പുളി വെറും പുളി എന്ന് പറയും കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ. അതും കൂടി ആക്കാമെന്ന് വിചാരിച്ചേ. നമ്മൾ സാധാരണയായിട്ട് ഇങ്ങനെ കടു വറുത്തിട്ട് നമ്മൾ ഈ പുളിവെള്ളം കലക്കി വെച്ചേക്കുമല്ലോ, അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ. അതിനാണ് ഈ വെറും പുളി എന്ന് പറയണത്. എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ ഭയങ്കരമായിട്ട് കളിയാക്കുന്നൊരു കാര്യമാണ് കേട്ടോ. നീ എന്ന് ഈ ഉച്ചയൂണിൻ്റെ വീഡിയോ ഇട്ടാലും അതിനകത്ത് ഈ വെറും പുളി ഉണ്ടല്ലോ, നിനക്ക് ആരെങ്കിലും ഈ വെറും പുളിക്കകത്ത് കൈവശം തന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ കളിയാക്കും കേട്ടോ. പണ്ടാണെന്നുണ്ടല്ലോ ഡൽഹിയിൽ ഞാനാണെങ്കിൽ വിഷയൻ്റെ കൂടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ആദ്യം പോയത് ഡൽഹിയിലാണ് കേട്ടോ. അവിടെ ചെന്നപ്പോൾ എനിക്കാണെങ്കിൽ ഈ കറിയൊന്നും വെക്കാനൊന്നും അങ്ങനെ വലുതായിട്ട് അറിയില്ലായിരുന്നു കേട്ടോ അന്ന് കേട്ടോ. അന്ന് ഞാൻ എന്നും ഉണ്ടാക്കാൻ നന്നായിരുന്നു കേട്ടോ. ഈ രസവും മുട്ട പൊരിച്ചതും എന്തെങ്കിലും ഇതുപോലെ മെഴുക്കുവരട്ടിയൊക്കെ ഉള്ളായിരുന്നു കേട്ടോ അറിയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ രസം ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ രസമല്ല വെറുംപുള്ളിയുടെ ടേസ്റ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴത്തേനും നമ്മുടെ അമ്പാടിക്കുട്ടനും വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അവനുള്ള ചോറൊക്കെ എടുത്ത് അപ്പോൾ ഇന്നത്തെ